ശരിക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങള്. ഉം. ശരിക്കും ഞാൻ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല, ഇനിയും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെന്നുള്ളത്. ഉം, ഉം. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് അതിന്റെ ഒരു 10% പോലും ഞാൻ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓക്കെ. നിങ്ങൾ ചോദിച്ച ചോദ്യം ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്. ഉം, ഉം. തീർച്ചയായിട്ടും അത് ഓരോ ആളുകൾക്കും അത് തോന്നും. ഉം. ഞാൻ ഈ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്, അതായത് മൈൻഡ് എന്താണ്, മൈൻഡ് കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റുന്നത് പഠിക്കുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയിലിയേഴ്സ് വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തി വെച്ചിട്ടുണ്ട്. ഓ, ഓക്കെ, ഓക്കെ. പക്ഷേ മൈൻഡ് എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് ഈ ഗിവ് അപ്പ് ചെയ്യാന്നുള്ളൊരു സംഭവം നമ്മൾ അതിന് ആവശ്യമില്ല. ഉം, ഉം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്തുണ്ട്, സക്സസ് നമുക്ക് ഉണ്ട്, അതെ, അതെ. ഒരു നിധി അപ്പുറത്തുണ്ട്. ഉം, ഉം. അത് മനസ്സിലാക്കിയതോടുകൂടി പിന്നെ ഞാൻ ആ ഗിവ് അപ്പ് എന്നുള്ള സംഭവം എൻ്റെ ഡിക്ഷണറിയിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഓ, ഓക്കെ, അപ്പോൾ ഓക്കെ. എല്ലാവർക്കും അത് വരും, പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തൊരു നിധി Bigger ഉണ്ട്. ആ opportunity ഉണ്ട് നിധിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതും ഉം, ഉം. കടന്നു പോകും. ഓക്കെ.